ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. എരിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 5 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ള വൻപയറാണ്. ആ ഒരു വെള്ളം മാറ്റിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നീട് എടുത്തിട്ടുള്ളത് മത്തങ്ങയാണ്. ഏകദേശം 400 ഗ്രാം അടുപ്പിച്ച് മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം വൻപയർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുതിർത്തി എടുത്തത് കൊണ്ടാണ് മത്തങ്ങയും വൻപയറും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ കുതിർക്കാതെയാണ് വൻപയർ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം വൻപയർ വേവിച്ചിട്ടെടുക്കുക. ഒരു 1/4 ഭാഗത്തോളം വേവിച്ചിട്ടെടുക്കുക. അതിനുശേഷം മത്തങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചിട്ടെടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പയർ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കുതിർത്തി എടുത്തില്ലെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പയറാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മത്തങ്ങ ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുക്കറിലല്ലേ വേവിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടാണ് തുറന്ന് നോക്കുന്നത്. നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയും പയറിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ഫൈനാക്കി അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഇതിൽ തരികളൊക്കെ വേണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുക്കറിൽ നിന്നും വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പയറാണെങ്കിലും മത്തങ്ങയാണെങ്കിലും ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഈ കുക്കറിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു പയറും മത്തങ്ങയും ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, മത്തങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഉടഞ്ഞ് ചേർന്നോളും കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ആ ഒരു തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാനായിട്ടുണ്ട്. അതൊന്ന് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെയും ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളകിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്.
അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വേണം ഇതൊന്ന് വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാതും ഒരേ കണക്ക് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീര എല്ലാതും ഒരേ രീതിയിൽ മൂത്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലത് മൂപ്പ് കൂടിപ്പോവും, ചിലത് മൂക്കാതെ കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ദാ തേങ്ങയൊക്കെ ഇവിടെ നിന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ദാ ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ കളറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, രുചികരമായിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഈ ഒരു എരിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. നമ്മുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി പോയൊന്ന് കണ്ടു നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.